യുദ്ധം 10 ദിവസം പിന്നിടുമ്പോൾ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ വർധന. ബാരലിന് $116.5 അന്താരാഷ്ട്ര വിപണിയിലെ ഇന്നത്തെ വില. പ്രതിസന്ധി തുടർന്നാൽ ബാരലിന് $150 വരെ വില ഉയർന്നേക്കാമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ഇറാൻ ഇസ്രയേൽ യുദ്ധത്തെ തുടർന്ന് ആക്രമിക്കപ്പെട്ടത് 10 കപ്പലുകളാണെന്ന് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ അറിയിച്ചു. ആക്രമണത്തിൽ മരിച്ചവരുടെ കണക്കുകളും അന്താരാഷ്ട്ര ഏജൻസികൾ ഇതിനിടെ പുറത്തുവിട്ടു. പശ്ചിമേഷ്യൻ അശാന്തിയെ തുടർന്ന് ലോകത്താകമാനം ഊർജ്ജ വിതരണം സംബന്ധിച്ച ആശങ്ക ശക്തിപ്പെടുമ്പോഴാണ് ഇപ്പോൾ ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ചിരിക്കുന്നത്. $116.5 ഇന്ന് ഒരു ബാരൽ ക്രൂഡ് ഓയിലിൻ്റെ വില. ഈ യുദ്ധം ആരംഭിച്ചത് മുതൽ $119 വരെ ബാരലിൻ്റെ വില ഉയർന്നിരുന്നു. നിലവിലെ സാഹചര്യം ഉണ്ടായത് ലോകത്താകമാനം വിതരണം ചെയ്യുന്ന ക്രൂഡ് ഓയിലിലെ 20% കുറവ് രേഖപ്പെടുത്തിയതിനെ തുടർന്നാണ്. സ്ഥിതിഗതികൾ ഈ നിലയിൽ തുടരുകയാണ് എങ്കിൽ ബാരലിന് $150 വരെ ഇത് എത്തിയേക്കാമെന്നാണ് ഇപ്പോൾ വിദഗ്ധരും വിലയിരുത്തുന്നത്. ഊർജ്ജ പ്രതിസന്ധി ലോകത്താകമാനം തുടരുന്നതിനിടെ ഇന്ത്യയും ഊർജ്ജ സംഭരണത്തിനായുള്ള ശ്രമങ്ങൾ ശക്തമാക്കുകയാണ്. റഷ്യയിൽ നിന്ന് നേരത്തെ വാങ്ങിയ 14 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലിന് പുറമെ കൂടുതൽ കേന്ദ്രങ്ങളിൽ നിന്ന് ക്രൂഡ് ഓയിൽ സംഭരിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉള്ളത്. എന്തായാലും ഇന്ത്യയിലെ വിവിധ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച് ചരക്കുകൾ ഇറക്കാനുള്ള അനുമതിയെല്ലാം നൽകുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ ക്രൂഡ് ഓയിലും രാജ്യത്ത് എത്തിക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് തുടരുകയാണ്. ഈ പ്രതിസന്ധിക്ക് പ്രധാന കാരണമായി വരുന്നത് ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധിയാണ്. ഇറാൻ ചരക്ക് കപ്പലുകളെ കടത്തിവിടാത്ത ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ചില കണക്കുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര സംഘടനകൾ. പ്രധാനമായും 10 കപ്പലുകൾ ഈ യുദ്ധം ആരംഭിച്ചതു മുതൽ ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് ആക്രമിക്കപ്പെട്ടു എന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. ബ്രിട്ടൻ മാരിടൈം സെക്യൂരിറ്റി ഏജൻസി നൽകുന്ന കണക്കുകൾ പ്രകാരം 10 തവണ അലേർട്ടുകൾ ലഭിച്ചു എന്നാണ്. എന്നാൽ അതേസമയം ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ കണക്കുകൾ പ്രകാരം 9 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു എന്നും വ്യക്തമാക്കുന്നു. 7 കപ്പൽ ജീവനക്കാർ അല്ലെങ്കിൽ നാവികർ ഈ ഒരു ആക്രമണങ്ങളിലെല്ലാം കൊല്ലപ്പെട്ടു എന്ന കണക്കുകളും ഓരോ തീയതി തിരിച്ചുള്ള റിപ്പോർട്ടുകളിൽ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ പുറത്തുവിടുന്നുണ്ട്. ക്യാമറാമാൻ ജഗദീഷ് ബിഷ്ണുനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.